ഇപ്പോൾ ഈ അടുത്താണ് അമേരിക്കയിലെ ഒരു യുവനടി, ഒരു ആക്ട്രസ്, ലോകത്തെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസറാണ്, നർത്തകിയാണ്, നടിയാണ്, അഭ്രപാളികളിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നിർമ്മിച്ചു നൽകിയ വലിയ നായികയാണ്. ആ പെണ്ണ്, ആ യുവതി ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഫലസ്തീനിലെ മക്കളുടെ ധീരമായ മുന്നേറ്റത്തിൻ്റെ പിന്നിൽ ഏതോ ഒരു മെസ്മറിസം, ഒരു മാസ്മരികമായ ശക്തിയുണ്ട് എന്നെനിക്ക് ബോധ്യമായി. കാരണം 12 വയസ്സുകാരനായ കുഞ്ഞുമോനെ ആതുരാലയത്തിൻ്റെ അകത്ത് കൊണ്ടുപോയി തുറന്ന ശസ്ത്രക്രിയക്ക് അവനെ വിധേയമാക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ വേദന സംഹരിച്ചു കൊടുക്കാൻ ഒരു പെയിൻ കില്ലർ പോലും ഫലസ്തീനിലെ ഹോസ്പിറ്റലിലില്ല. പിന്നെയാണോ അനിസ്തെറ്റിക് മെഡിസിൻ? ഒരു പെയിൻ കില്ലർ പോലും ഇല്ല. പിന്നെ എങ്ങനെ ആ കുട്ടിക്ക് അനിസ്തേഷ്യ കൊടുക്കുക? വയറു കീറി ശസ്ത്രക്രിയ നടത്തണം. അനിസ്തെറ്റിക് മെഡിസിന് പോയിട്ട് വേദനാ സംഹാരിയായ ഒരു ക്യാപ്സൂള് പോലുമില്ലാത്ത, വൈദ്യുതി ബന്ധങ്ങൾ ദിവസങ്ങളായി വിച്ഛേദിക്കപ്പെട്ടു പോയ, ഫലസ്തീനിന്റെ ഇരുട്ട് മൂടിപ്പോയ ആതുരാലയത്തിന്റെ നാലുകെട്ടിന്റെ അകത്ത് ശസ്ത്രക്രിയയുടെ ആയുധം പച്ചവയറിന്റെ മുകളിൽ ആരോഗ്യ വിദഗ്ധനായ വിശ്വകരൻ വെക്കുമ്പോ 12 വയസ്സുകാരനായ കുഞ്ഞിമോൻ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. അപ്പം 40 വയസ്സുകാരനായ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ആ കുട്ടിയോട് പറയാണ്, മോനെ, നിന്റെ വേദന സംഹാരി ഖുർആനാണ്, അതുകൊണ്ട് ഇഖ്റഇൽ ഖുർആൻ, നീ ആ വേദഗ്രന്ഥത്തെ പാരായണം ചെയ്യൂ എൻ്റെ കുഞ്ഞുമോനെ. ആ കുട്ടി ഇടതും വലതും നോക്കാതെ മനോഹരമായിട്ട് തനിക്ക് മനപ്പാഠമായ ഖുർആനിൻ്റെ ദിവ്യ സൂക്തികളെ മധുര മനോഞ്ചമായിട്ട് ഉരുവിടുകയാണ്. അവൻ്റെ വേദന പമ്പ കടന്നു. ആ ഓപ്പറേഷൻ പൂർത്തിയായി. മറ്റൊരു സ്ഥലത്ത് ഉമ്മ മരിച്ചുപോയ കുട്ടി, ഉപ്പ മരിച്ചുപോയ കുട്ടി, അവൻ്റെ ഗൃഹം, വീട് തകർന്നു പോയിട്ടുണ്ട്, അവൻ്റെ കൃഷിയിടം തകർന്നു പോയിട്ടുണ്ട്, അവൻ്റെ സിബ്ലിങ്സ്, അവൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവൻ മാത്രം ബാക്കി, ഒരു കുഞ്ഞുമോൻ. ആ കുട്ടി ഏകാന്ത പതികനായിട്ട് ഗസയുടെ മുനമ്പിലൂടെ, മണലാരണ്യത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ, അൽ ജസീറ ചാനലിൻ്റെ പ്രതിനിധി ആ കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മോനെ, തലക്ക് മുകളിലൂടെ ഇസ്രായേലുകാരൻ്റെ ബോംബർ വിമാനങ്ങൾ, സ്കഡർ മിസൈലുകൾ, ശല്യാക്രമണങ്ങൾ ഒക്കെ തുരുതുരാ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേരത്ത് നീ എന്താടാ ഒറ്റക്ക് നടക്കുന്നത്? നിനക്ക് ഉമ്മയില്ലേ? അപ്പം ആ കുട്ടി കൊടുത്തൊരു മറുപടിയുണ്ട്, ഉമ്മി ഇൻതഖലത് ഇലാ റഹ്മത്തില്ലാ, എൻ്റെ ഉമ്മ പുതിയ ഉടയാട ധരിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. അപ്പം നിന്റെ ഉപ്പ എവിടെയാണടാ? അപ്പൊ ഈ മാധ്യമ പ്രവർത്തകന് കണ്ണെത്താ ദൂരത്ത് കുന്നും കൂനയുമായിട്ട് കിടക്കുന്ന, തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ഈ കുഞ്ഞുമോൻ പറയാൻ, നിങ്ങൾ കണ്ടോ, ആ തകർന്നു കിടക്കുന്ന പർവ്വത സമാനമായ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ എൻ്റെ വീടും തരിപ്പണമായിട്ട് കിടക്കുകയാണ്. ആ അവസമായിട്ട് ഇതുവരെ കണ്ടെത്താൻ സാധ്യമാവാത്ത ഒരു ജനാസയുണ്ട്, അത് എൻ്റെ പിതാവിൻ്റെ മയ്യത്താണ് എന്ന് ആ കുഞ്ഞുമോൻ മറുപടി പറയുകയാണ്. അപ്പൊ ആ മാധ്യമ പ്രവർത്തകൻ പറയാൻ, മൈക്ക് നീട്ടി എൻ്റെ കൈകൾ വിറച്ചു, എൻ്റെ കണ്ടമിടറി, വീട് പോയി, കൃഷിയിടം പോയി, ഉമ്മ പോയി, ഉപ്പ പോയി, സഹോദരി സഹോദരങ്ങൾ പോയി. എന്നിട്ടും എങ്ങനെയാണടാ പൊന്നുമോനെ നീ പിടിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഈ കുഞ്ഞുമോൻ പാരായണം ചെയ്തു കൊടുക്കുന്നതും വിശുദ്ധ ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, എൻ്റെ അടിമകളെ, ഞാൻ നിങ്ങളെ പരീക്ഷിച്ചേക്കാം. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, പേടി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കാം, ഭയം കൊണ്ട്, അതുപോലെ തന്നെ വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കാം. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, നിങ്ങളുടെ കുട്ടികൾ, ഉറ്റവരെ ഉടയവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, നിങ്ങളുടെ കൃഷിയിടങ്ങൾ, ഫലവൃക്ഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. വബശ്ശിരി സ്വാബിരീൻ,
എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഉറ്റവരും ഉടയവരും പിരിയുമ്പോഴും അള്ളാഹു പരിശുദ്ധ നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ നഷ്ടപ്പെടുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണേ നബിയേ. എന്നിട്ട് ഫലസ്തീനിലെ ഈ 10 വയസ്സുകാരൻ അൽ ജസീറ ചാനലിൻ്റെ പ്രവർത്തകനോട്, മാധ്യമ പ്രവർത്തകനോട് പറയാണ്, ഈ ഖുർആനിൻ്റെ ആയത്ത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഇതാണ് അമേരിക്കയിലെ യുവതിയായ നർത്തകി, സിനിമാ നടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ഫലസ്തീനിലെ യുവതികൾ, അവിടുത്തെ യുവാക്കൾ, അവിടുത്തെ ഉമ്മമാർ, അവിടുത്തെ ഉപ്പമാർ, അവിടുത്തെ പിഞ്ചു പൈതങ്ങൾ വരെ ഒരു ദിവ്യവിശ്വാസത്തിൻ്റെ അകളങ്കമായ തിരമാലകൾ ഹൃദയത്തിൽ തീർത്ത വേലിയേറ്റം കൊണ്ടിങ്ങനെ ജീവിക്കുകയാണ്. അപ്പോഴാണ് ഈ നടി പറഞ്ഞത്, ഞാൻ ആ വേദഗ്രന്ഥത്തെ അന്വേഷണം നടത്താൻ പോയി. ആ അന്വേഷണം എന്നെ എത്തിച്ചത് പരിശുദ്ധ മതത്തിൻ്റെ ശാദ്വല തീരത്താണ്. അതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞാൻ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ജനതയോട് അർത്ഥശങ്കക്കിടയില്ലാതെ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കൂ നിങ്ങൾ, അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടെ നമ്മളെ കുട്ടികൾക്ക് ഇന്ന് ഡ്രസ്സിന് ഡ്രസ്സ്, ഫുഡിന് ഫുഡ് അല്ലേ, എല്ലാ ബ്രാൻഡുകളും കുട്ടികൾക്കറിയാം. 6 വയസ്സുള്ളൊരു കുട്ടിയോട് ഡ്രസ്സ് പറയുമ്പോൾ ആ കുട്ടി ബ്രാൻഡഡ് ഡ്രസ്സുകളുടെ ഉൽപ്പന്നങ്ങളുടെ കമ്പനിയുടെ പേര് പോലും പറയാൻ. ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ തന്നെ നമ്മുടെ ബലാരിഷ്ടതകളുള്ള കാലത്ത് നമ്മുടെ കുട്ടിക്ക് അത് പോരാ. ഫുഡ്, അവൻ കാണുന്ന കാർട്ടൂൺ പോലും ബ്രാൻഡ് വൽക്കരിക്കപ്പെട്ടു. ആ പരിസ്ഥിതിയിൽ നമ്മൾ മറ്റൊരു തലമുറയെപ്പറ്റി തിരിച്ചറിയണം. ബ്രാൻഡ് നെയിം അറിയാത്ത, ഫുഡിൻ്റെ ബ്രാൻഡ് നെയിം അറിയാത്ത, ഡ്രസ്സിൻ്റെ ബ്രാൻഡ് നെയിം അറിയാത്ത, കാറിൻ്റെ ബ്രാൻഡ് നെയിം അറിയാത്ത, കാർട്ടൂണിൻ്റെ ബ്രാൻഡ് നെയിം അറിയാത്ത ഫലസ്തീനിലെ കുഞ്ഞുമക്കളുണ്ട്. ആ കുട്ടികൾ പറയും, ഞങ്ങൾക്ക് ഒരൊറ്റ ബ്രാൻഡ് നെയിമാണ് അറിയാം. ഏതാണ് മക്കളെ നിങ്ങൾക്കറിയുന്ന ബ്രാൻഡ് നെയിം? അപ്പൊ ആ കുട്ടികൾ പറയും, അമേരിക്കയുടെ ജോൺ ബൈഡന്റെ ഉദ്യോഗസ്ഥന്മാര് നിർമ്മിച്ച് ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ പട്ടാളക്കാരന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മൂർച്ചയുള്ള യന്ത്രത്തോക്കിന്റെ ബ്രാൻഡും വേഗതയും വേദനയും ആകെ അറിയുന്ന മക്കൾ ഞങ്ങളാണ്. കാരണം അത് പരീക്ഷിക്കുന്നത് ഞങ്ങളുടെ ഇടനെഞ്ചിലാണ്. അതുകൊണ്ട് അമേരിക്ക നിർമ്മിച്ചിരിക്കുന്ന യന്ത്രത്തോക്കിന്റെ വെടിയുണ്ടയുടെ വേഗത ലോകത്ത് അറിയണമെങ്കിൽ അത് ഞങ്ങളോട് ചോദിക്കണം. അതിൻ്റെ വേദന അത് എത്രമാത്രം ആഴത്തിലേക്ക് പോകുമെന്നറിയണമെങ്കിലും ഞങ്ങളോട് ചോദിക്കണം എന്ന് പറയുന്നൊരു തലമുറ. ലോകം അങ്ങനെയാണ്. ദുനിയാവിൻ്റെ അവസ്ഥ തന്നെ പലർക്കും പല വിധത്തിലാണ്. ഇത്രയും വലിയ ടെക്നോളജിയും ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ലോകത്ത് വികസിച്ചിട്ടും നമുക്ക് അതിനൊന്നൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ദുനിയാവ് എന്നായത്. അപ്പം ഇവിടെ എന്ത്? അപ്പം മതം നമ്മളെ ഒതുക്കി നിർത്തുകയാണ്. എപ്പോഴും ആലോചിക്കണത്. നോക്കൂ നിങ്ങൾ, ഔസുൽ അഅ്ലമിലൂടെ ലക്ഷോപലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ഷെയ്ഖ് റിഫായി തങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. അജ്മീർ ഉപ്പാപ്പയിലൂടെ ലക്ഷോപലക്ഷം ജനത ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഈ സൂഫി ചക്രവർത്തിമാരൊക്കെ തന്നെ ശാന്ത സ്വരൂപരായിരുന്നല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന സംഭവം, വിശുദ്ധ സ്വഹാബി വന്നിട്ട് പരിശുദ്ധ നബിയോട് ചോദിച്ച ചോദ്യം, മദ്ദീനു യാ റസൂലല്ലാഹ്, എന്താണ് റസൂലേ ദീൻ എന്ന് പറഞ്ഞാൽ? അവിടുന്ന് മറുപടി പറയുകയാണ്, അദ്ദീനു അന്നസ്വീഹ, ദീൻ ഉപദേശമാണ്, ഗുണദോഷമാണ്. രണ്ടാമതായി ഇതേ സഹാബി ചോദിക്കാൻ, മദ്ദീനു യാ റസൂലല്ലാഹ്, രണ്ടാമതും എനിക്കറിയേണ്ടത് ഈ ദീൻ എന്താണ് എന്ന് തന്നെയാണ് നബിയെ. അപ്പൊ പരിശുദ്ധ പ്രവാചകന്റെ മറുപടി മാറി. അള്ളാഹുവിന്റെ റസൂൽ പിന്നെ പറഞ്ഞു കൊടുത്തത്, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, ദീൻ എന്ന് പറഞ്ഞാൽ സൽപെരുമാറ്റമാണ്, സച്ചരിതമായ സ്വഭാവമാണ്. അപ്പൊ സ്വഭാവം ദീനാണ്. സ്വഭാവം, ബ്യൂട്ടി ഓഫ് ക്യാരക്ടർ, പെരുമാറ്റത്തിൻ്റെ ഭംഗിയാണത്രേ ദീനിന് ഇത്രയും സൗന്ദര്യം ഉണ്ടാക്കിയത് എന്നാണ്. നമ്മളൊക്കെ പെരുമാറ്റമാണ് ദീൻ. ഒരു മനുഷ്യൻ്റെ ഈമാൻ പോലും അവൻ്റെ സ്വഭാവമാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഖൈറുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ? ബത്തീഉൽ ഗളബ്, അവന് ദേഷ്യം പിടിപ്പിക്കാൻ
പിടിക്കാൻ വളരെ പ്രയാസമാണ്. അവനെ ഒരാൾ വന്നിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ ദേഷ്യം പിടിപ്പിക്കാൻ വന്നവൻ ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോവുക എന്നല്ലാതെ ഇവന് ദേഷ്യം പിടിക്കൂല. ബതീഉൽ ഗളബ്, വളരെ ശാന്തനാണ്. സാവകാശം മാത്രമാണ് അവന് ദേഷ്യം വരിക. മാത്രമല്ല വസരീഉൽ ഫൈഇ, അങ്ങനെ ദേഷ്യം വന്നാൽ തന്നെ അത് പെട്ടെന്ന് കെട്ടുപോകുന്ന പ്രകൃതക്കാരനാണ്. ഈ സ്വഭാവമുള്ളവനാണ് അത്രേ ആകാശഗംഗയുടെ ചുവട്ടിലെ ഏറ്റവും ഖൈറായ മനുഷ്യനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വശർറുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഷർറായ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ? സരീഉൽ ഗളബ്, വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാണ്. വബതീഉൽ ഫൈഇ, ശാന്ത, വളരെ സാവകാശമേ ദേഷ്യത്തിൽ നിന്ന് അവർ വിമുക്തരാവുകയുള്ളൂ. പെട്ടെന്ന് ദേഷ്യം വരും. അതിന് മലയാളത്തിൽ പറയും ക്ഷിപ്രകോപി, ക്ഷിപ്രം, വളരെ പെട്ടെന്ന് ദേഷ്യം വരിക. അപ്പോൾ ഈ ദേഷ്യം എന്ന പ്രകൃതി പോലും മതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ സംസാരിച്ചത്. ഇതേ സ്വഹാബി തന്നെ തുടരുന്നുണ്ട്. ഞാൻ ആദ്യത്തെ വട്ടം ചോദിച്ചു പുണ്യ നബിയോട്, മദ്ദീനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന മതം എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ റസൂല് പറഞ്ഞത് അന്നസീഹ, അത് ഉപദേശമാണ്. രണ്ടാമത് ഞാൻ ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ? അപ്പൊ പരിശുദ്ധ റസൂൽ മറുപടി പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, അത് നല്ല സ്വഭാവമാണ്. മൂന്നാമതും ഞാൻ ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ പിൻഭാഗത്തിലൂടെ കയറി വന്ന് ഇതേ ചോദ്യം ഞാൻ തുടർന്നു, മദ്ദീനു യാ റസൂലല്ലാഹ്, എന്താണ് വിശുദ്ധ നബിയെ നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറയുകയാണ്, അദ്ദീനു അല്ലാ തഗ്ളബ, ദീൻ എന്ന് പറഞ്ഞാൽ നീ കോപിഷ്ഠനാകാതിരിക്കലാണ്, നീ ദേഷ്യപ്പെടാതിരിക്കലാണ്. അപ്പോൾ അവിടെ ഗളബ്, അതുകൊണ്ടാണ് അൽ ഗളബു മിനശ് ശൈത്വാൻ, ഗളബ് പിശാചിൽ നിന്ന് വരുന്നൊരു സാധനമാണെന്നാണ്. അതുകൊണ്ടാണല്ലോ നബിതങ്ങൾ പറഞ്ഞത് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള ആള് ദേഷ്യം പിടിക്കുന്ന ആളെയാണ് എന്നാണ്. കാരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇബ്ലീസിൻ്റെ പണി കുറയും. ദേഷ്യം വന്നവന് കൊലക്കത്തിയെടുക്കാൻ പണിയില്ല. ദേഷ്യം വന്നവന് വാക്കുകളെ അസ്ഥാനത്ത് പ്രയോഗിക്കാൻ പണിയില്ല. ദേഷ്യം വന്നവന് നാവിനെ ആയുധമാക്കി മാറ്റാൻ പണിയില്ല. ദേഷ്യം വന്നവന് കടാരക്ക് മൂർച്ച കൂട്ടാൻ പണിയില്ല. ദേഷ്യം വന്നവനെ ഒരു മനുഷ്യനെതിരെ അന്യായങ്ങൾക്ക് കോപ്പുകൂട്ടാൻ പണിയില്ല. അവ എല്ലാം ദേഷ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ക്രോധത്തെ പറ്റി ഒരു ശീർഷകം തന്നെയുണ്ട്. ഗീതയിൽ പറയുന്നുണ്ട്, ഹൈന്ദവ മതഭക്തന്മാരൊക്കെ തന്നെ, വേദം പഠിക്കുന്ന ആളുകളൊക്കെ തന്നെ അത് ചൊല്ലി പഠിക്കാറുണ്ട്. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതി വിഭ്രമ ബുദ്ധിനാശോ, ബുദ്ധിനാശോ, മോഹം കെട്ടുപോയാൽ അത് സ്മൃതി വിഭ്രമ, സ്മൃതി നമ്മുടെ യഥാർത്ഥ ബോധമണ്ഡലങ്ങൾക്ക് പരിക്ക് ഏൽപ്പിക്കും. സ്മൃതി വിഭ്രമ ബുദ്ധിനാശോ, സ്മൃതിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ബുദ്ധി തന്നെ നശിച്ചു പോകും. ഇതൊക്കെ കാരണം ദേഷ്യം കൊണ്ടാണ്. ബുദ്ധിനാശോ പ്രാണശ്യതി, ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചാലോ അത് കാരണം അപകടം, ആത്മഹത്യയിലൊക്കെ കലാശിക്കും. അല്ലേ? തിരുവനന്തപുരത്ത് ഡോക്ടർ ഷഹ്ന, നല്ല ഇസ്ലാമിൻ്റെ തറവാട്ടിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ്. മതവിഷയങ്ങളൊക്കെ തെറ്റില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തൊരു പെൺകുട്ടിയാണ്. ഡോക്ടർ റുവൈസുമായിട്ടുണ്ടായ എന്തോ ഒരു പടലപ്പിണക്കം, അസ്വാരസ്യം, MBBS മെറിറ്റോറിയസ് ആയിട്ട് പഠിച്ച് മികവ് പുലർത്തിയ ആ പെൺകുട്ടി മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനത്തെ പേരുകേട്ട മെഡിക്കൽ കോളേജായ അനന്തപുരിയിലെ മെഡിക്കൽ കോളേജിൽ PG സർജറിയിൽ PGക്കുള്ള സീറ്റ് അവളുടെ ബുദ്ധിക്ഷമത കൊണ്ട്, മേധാശക്തി കൊണ്ട് നേടിയെടുത്ത കുട്ടിയാണ്. അവൾ ചില്ലറക്കാരിയല്ല. അങ്ങനെ പഠിച്ചു ഒരു ഭാഗത്ത് എത്തിച്ചേരണം എന്ന് പ്രതിജ്ഞയെടുത്ത ഡോക്ടർ ഷഹ്ന പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മനസ്സിന് ചാഞ്ചല്യം സംഭവിച്ച് അവൾ പഠിക്കുന്ന പഠനശാഖ, ഈ മെഡിക്കൽ സയൻസൊക്കെ നമ്മളെ കുട്ടികൾ പഠിക്കുന്ന എന്തിനാണ്? മാന്യമായിട്ട് ജീവിക്കാനാണ്. ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന എന്തിനാണ്? അന്തസ്സോടുകൂടെ, സ്റ്റാറ്റസോടുകൂടെ, നല്ലൊരു പ്രൊഫൈലോടുകൂടെ കുടുംബം നയിക്കാനാണ്. അപ്പം മാന്യമായിട്ട് ജീവിക്കാൻ പഠിച്ച ഒരു പഠനശാഖ
മരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുക. ഈ കുട്ടി എന്താ ചെയ്തത്? സർജറിയിൽ PG ചെയ്യുന്ന ഒരു ഡോക്ടറായതുകൊണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കറിയാം അനിസ്തെറ്റിക് മെഡിസിൻ, അനിസ്തേഷ്യയുടെ മെഡിസിൻ എത്ര അളവിൽ എൻ്റെ ശരീരത്തിലേക്ക് കയറിയാലാണ് ഞാൻ മരിക്കുക എന്ന് അവൾ ഗവേഷണം നടത്താൻ. ഒരു അനിസ്തേഷ്യ വിദഗ്ധനായ ഡോക്ടർ ഇതിൻ്റെ നേരെ വിപരീതമാണ് ഗവേഷണം നടത്താറുള്ളത്. എന്ത്? എൻ്റെ മുമ്പിൽ ഇപ്പോൾ ശസ്ത്രക്രിയ ടേബിളിൻ്റെ മുകളിൽ ഒരു രോഗി പോകുകയാണ്. ആ രോഗിയുടെ അനിസ്തേഷ്യ എൻ്റെ കയ്യിലാണ്. അപ്പം ആ രോഗി മരിക്കാതിരിക്കണമെങ്കിൽ എത്ര അളവിലാണ് ഞാൻ ആ രോഗിയുടെ ശരീരത്തിലേക്ക് അനിസ്തെറ്റിക് മെഡിസിൻ കുത്തിവെക്കേണ്ടത് എന്ന് ഗവേഷണം നടത്തേണ്ട ഡോക്ടർ ഉവൈസുമായിട്ടുള്ള സ്വാരസ്യത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഗവേഷണം നടത്തിയത്? എൻ്റെ ശരീരത്തിലേക്ക് അനിസ്തേഷ്യയുടെ മെഡിസിൻ എത്ര അളവിൽ കുത്തിവച്ചാലാണ് ഞാൻ മരിച്ചു പോവുക എന്ന് ഗവേഷണം നടത്തുകയാണ്. ആ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ഷഹന നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നു. തൻ്റെ ശരീരത്തിൽ താൻ ജീവഹാനി സംഭവിക്കാൻ ആവശ്യമായ ഒരു സിറിഞ്ച് നിറയുള്ള അനിസ്തേഷ്യയുടെ മെഡിസിൻ ശേഖരിക്കുന്നു. എന്നിട്ട് അവൾ 4 A4 ഷീറ്റുകൾ എടുത്തിട്ട് അതിൽ തൻ്റെ മരണകാരണം സുതരാം സുവ്യക്തമായിട്ട് എഴുതി പിടിപ്പിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ശാന്തസ്വരൂപയായി ഹോസ്റ്റലിലെ കട്ടിലിൽ കിടന്ന് അവളുടെ സ്വന്തം ശരീരത്തിലേക്ക് അവൾ തന്നെ ഈ മെഡിസിൻ കുത്തിവെച്ചിട്ട് അവൾ മരിക്കുന്നു. നമ്മളിങ്ങനെ ആലോചിച്ചു പോയി. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഏത് വലിയ ശ്രീകോവിലിൽ നമ്മൾ വിലസിയിട്ടും കാര്യമില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖൽബിൻ്റെ ഉള്ളിലേക്ക് ഈമാനിൻ്റെ പ്രകാശം വിരുന്ന് വന്നവരേ വിജയിച്ചിട്ടുള്ളൂ 2 ലോകത്തും. അതുകൊണ്ടാണ് നമ്മൾ റബ്ബിനോട് ദ്വാരക്കണത്. എല്ലാ ദ്വായിലും അത് പറയണ്ടല്ലോ. നമ്മൾ ഇവിടെ മാത്രം ജയിച്ചാൽ പോരാ, അവിടെയും ജയിക്കണം. അവിടെ മാത്രം ജയിക്കല്ല, ഇവിടെയും കിട്ടണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലും ഖൈറ് കിട്ടണേ നാഥാ, ആഖിറത്തിലും ഞങ്ങൾക്ക് ഖൈറ് കിട്ടണേ തമ്പുരാനേ. ആ ചിന്തയാണ് മനുഷ്യനെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പം കൽബാണ് മതം. കാട്ടിക്കൂട്ടലല്ല മതം, പ്രസന്റേഷൻ അല്ല മതം, പ്രിവിലേജ് അല്ല മതം, പ്രകടനപരതയല്ല മതം. മതം കൽബാൻ. നമ്മൾ ശരിക്ക് നമ്മളെ കയ്യിൽ കിട്ടിയ ആ ഒരു പോളിസിയെ മുടിനാരിഴ കീറി ഒന്ന് തുലനം ഒരു അപഗ്രഥനത്തിന് വിധേയമാക്കുമ്പോഴാണ് ഈ കാര്യം നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുക. എൻ്റെ കയ്യിലുള്ള മതത്തിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതല്ല പരിശുദ്ധനായ തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് ഇന്ന് ഇസ്ലാമേതര വിശ്വാസികളാണ് ഇസ്ലാമിനെ പറ്റി കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഒരു പരീക്ഷണാർത്ഥം നമ്മൾ എടുത്ത് പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. കാരണം അവിടെയൊക്കെ ഇപ്പോൾ കാട്ടുതീ പോലെ ഈ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ പഠന വിധേയമാക്കപ്പെടാൻ. നമ്മുടെ ആരാധനാലയം ഒരു സബ്ജക്റ്റാണ്. ലോകത്തൊരുപാട് ഇതര മത ബുദ്ധിജീവികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? മുസ്ലിംകളുടെ പ്രാർത്ഥനാലയം പഗോഡ പോലെയല്ല, സെനഗോഗ് പോലെയല്ല, മറ്റ് ദേവാലയങ്ങളെ പോലെയല്ല. ഇത് ഫേർണിച്ചർലെസ് ആണ്. ഇവിടെ ബെഞ്ചുകളില്ല, ഡെസ്കുകളില്ല, സോഫകളില്ല. ആദ്യം ആര് വരുന്നോ അവരിങ്ങനെ സൊഫ് കെട്ടുകയാണ്. മിഹ്റാബിലേക്ക് കയറി നിന്ന ഇമാം മഅ്മൂമിങ്ങളോട് തക്ബീർ കെട്ടുന്നതിൻ്റെ മുമ്പ് പറയുകയാണ്, സവ്വൂ സുഫൂഫകും വഅതിമ്മുൽ ഖലൽ. നിങ്ങളെ സഫുകളൊക്കെ തന്നെ നിങ്ങൾ ശരിപ്പെടുത്തിക്കൊള്ളുക. നിങ്ങളുടെ മടമ്പുകൾക്കിടയിൽ, നിങ്ങളുടെ ചുമരുകൾക്കിടയിൽ ഏതെങ്കിലും വിടവുകൾ ഉണ്ടെങ്കിൽ ആ വിടവുകളെ നിങ്ങൾ നികത്തിക്കൊള്ളുക. ഫഇന്ന തസ്ഫിയത സുഫൂഫി മിൻ തമാമിസ് സ്വലാഹ്. സഫ് ശരിയാവലാണ് ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണത. അതാണ്. അപ്പോൾ ഇതര മത ബുദ്ധിജീവികൾ പള്ളിയെ പഠിക്കാൻ, അപ്പോൾ പള്ളി ഒരു സബ്ജക്റ്റാണ്.